പുറത്തുനിന്ന് നോക്കുമ്പോൾ മലയാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? പണ്ട് നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്, മർമാണി പെണ്ണ് കെട്ടിയ പോലെ എന്ന് പറയും. ഇവൻ നോക്കുന്നിടത്തെല്ലാം മർമ്മമാ, എങ്ങും തൊടാൻ പറ്റുന്നില്ല. ഇതാണ് മലയാളിയുടെ കുഴപ്പം. മലയാളിക്ക് ഭയങ്കര വിദ്യാഭ്യാസമാണ്, അറിവായതുകൊണ്ട് തൊടുന്നതെല്ലാം മർമ്മം, അപ്പൊ തൊടാൻ പറ്റില്ലല്ലോ. കേരളത്തിലെല്ലാം അതെ, മർമ്മം എല്ലാം നിശ്ചയമാ. ഈ അടുത്ത സമയത്ത് ഒരു പൊളിറ്റിക്കൽ ലീഡർ പറഞ്ഞത്, ഗോവയിൽ പോയി. ഗോവയില് ഈ സൺബാത്ത് നടത്തുന്ന ബീച്ചിൽ ചെല്ലുമ്പോൾ അവിടെ ഈ ഫോറിൻ വിമൻ അവർ സൺബാത്ത് ചെയ്യുന്നവരെ സ്റ്റെയർ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് മലയാളിയാണെന്ന് ഉറപ്പിച്ചു. മലയാളിയുടെ ആ കാഴ്ചപ്പാട് ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളത്. നമുക്കതിവിടെ സൗകര്യം കൊടുത്താൽ ആ പ്രശ്നം തീരും. നമ്മൾക്ക് ഇവിടെ സൗകര്യം കിട്ടിയില്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകും, അത്രേ ഉള്ളൂ. ഗോവയിൽ പോയി നോക്കണം നമുക്ക് നിർബന്ധമില്ലല്ലോ. അത് ഞാൻ പറഞ്ഞു, നമ്മൾ ഒത്തിരി റെസ്ട്രിക്ഷൻസിലല്ലേ വളർത്തിയത്. ഒത്തിരി, ഞാൻ ഈ പറഞ്ഞ ഈ മുൻവിധികളുടെ ലോകത്താണ് നമ്മൾ വളർന്നത്. അപ്പം നമ്മളെല്ലാവരുടെയും മുമ്പിൽ അഭിനയിക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഞാൻ സ്ത്രീകളെ നോക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ പരസ്പരം പുരുഷന്മാരെ നോക്കുന്ന സ്ത്രീകളുമുണ്ട്, സ്ത്രീകളെ നോക്കുന്ന പുരുഷന്മാർ. പക്ഷേ രണ്ടു കൂട്ടരും അവർ ഒരു അഭിനയത്തിൻ്റെ ലോകത്തല്ലേ ഏറ്റവും കൂടുതൽ സമയം. സമൂഹത്തെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. എന്നാൽ ഈ സമൂഹം ഇല്ലാത്തടത്ത് ചെല്ലുമ്പോൾ നമ്മുടെ തനി സ്വഭാവം ഇറക്കുന്നത്. അതാണ് ഈ ഗോവയിൽ സമൂഹം ഇല്ല അവിടെ നോക്കാൻ. സമൂഹത്തിൻ്റെ മുമ്പിൽ സമൂഹം എന്ത് ചിന്തിക്കും, സമൂഹം എന്ത് പറയും, ഇത് വല്ലാണ്ട് ഇവനെ വേദനിപ്പിക്കുന്നുണ്ട്. അപ്പം സമൂഹത്തെ പ്ലീസ് ചെയ്യാൻ മുമ്പേ പറഞ്ഞ പോലെ പ്രകൃതി സ്നേഹം എടുത്ത് പറഞ്ഞാൽ പെട്ടെന്ന് കൈയടി കിട്ടും. അവനൊരു ബുദ്ധിജീവിയാ എന്നൊരു തോന്നൽ വരും. സമൂഹം പെട്ടെന്ന് ഇവന് വെളിവുണ്ട് കേട്ടോ എന്ന് പറയും. ഇപ്പോൾ ഒരു ട്രെയിൻ വരുന്നു, ഹൈസ്പീഡ് ട്രെയിൻ വരുന്നു, അതിനെ പെട്ടെന്ന് എതിർക്കുന്നവൻ ബുദ്ധിയുള്ളവനാവുന്നു. പക്ഷേ 10 കൊല്ലം കഴിയുമ്പോൾ അത് വീണ്ടും വരും, അപ്പോൾ ഇവൻ പരിഹസിക്കപ്പെടും. ഇതൊക്കെ സത്യമാണ്. ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞപ്പോൾ ലൈംഗിക ദാരിദ്ര്യത്തെ കുറിച്ചുള്ള താങ്കളുടെ ഒരു റിമാർക്ക് ഭയങ്കരമായിട്ട് ചർച്ചയായി മലയാളികളുടെ കാര്യത്തിൽ. അതിന് താങ്കൾ എന്ന് പറഞ്ഞ സൊല്യൂഷൻസ് കൂടുതൽ ചർച്ചയായി. മലയാളിക്ക് അതിന് പറ്റുന്ന ഒരു ഫെസിലിറ്റി ഒരുക്കി കൊടുക്കണം. മലയാളിക്കെന്നല്ല, ലോകത്തെല്ലാവർക്കും അതിനുള്ള ഫെസിലിറ്റി വേണ്ടേ? അല്ല ഞാൻ ചോദിക്കുന്നത്, അതിലെ താങ്കളുടെ എന്ത് തരം പ്രൊപ്പോസലാണ് താങ്കൾ മുന്നോട്ട് വയ്ക്കുന്നത്? ഒന്നുമില്ല. ഇപ്പൊ ഇതിനൊക്കെ മനുഷ്യർക്ക് ബുദ്ധിയുണ്ടല്ലോ, അതൊക്കെയുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ. എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, കുറച്ചുകൂടെ ഓപ്പൺ സൊസൈറ്റി ആയാൽ മതി. ഇപ്പോൾ ഒരു പുരുഷനും ഒരു സ്ത്രീക്കും അവർക്ക് സമ്മതമാണെങ്കിൽ സെക്സിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം, അത്രേ ഉള്ളൂ. അതിന് കല്യാണം കഴിക്കണമെന്ന് നിർബന്ധം വെക്കണ്ടെന്നാണ് ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിന് ബ്രോത്തൽ നടത്തി അത് കൊമേഴ്ഷ്യലൈസ് ചെയ്യണമെന്നോ അതിലൂടെ വരുമാനം ഉണ്ടാക്കണമെന്നല്ല എൻ്റെ അർത്ഥം. ഒരു പുരുഷനും ഒരു സ്ത്രീക്കും ഇപ്പം ഞാൻ സമൂഹത്തിൻ്റെ നിയമം എന്ന് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. ഒന്ന്, നീ ചെയ്യുന്ന പ്രവൃത്തി സമൂഹത്തിന് ദോഷമാകുന്നത് അല്ലെങ്കിൽ നിനക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് ദോഷമാകുന്നതാകരുത്. രണ്ട്, അത് നിനക്ക് തന്നെ ദോഷമാകുന്നതാകരുത്. ഈ 2 കാര്യങ്ങൾ ഉറപ്പുവരുത്തിയാൽ മതി, ലോകം നന്നാകും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സെക്സ് ഒരു പുരുഷനും ഒരു സ്ത്രീക്ക് സമ്മതമാണ്, എന്നാൽ അയാൾക്ക് ഭാര്യയും കുട്ടികളുമുണ്ട്, മറ്റേയാൾക്കും ഭർത്താവും കുട്ടികളുമുണ്ട്, അതൊരു കോൺഫ്ലിക്റ്റിലേക്കും പ്രശ്നത്തിലേക്കും പോകുമെങ്കിൽ അതൊരു തെറ്റാണ്. എന്നാൽ ഇങ്ങനൊരു ബാധ്യത ഇല്ലാത്ത 2 പേർക്ക് ആകാമെങ്കിൽ ഒരു തെറ്റുമില്ല. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ക്ലിയർ അല്ലേ? ഇത് തന്നെയുള്ളൂ. എനിക്കൊന്നു സന്തോഷമുള്ള ഇപ്പോൾ കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരുപക്ഷെ ആദ്യത്തെ ഒരു സ്പേസ് ടൂറിസത്തിന്റെ പേരിലാണ്. എന്താണ് അതിന്റെ കറന്റ് സ്റ്റേറ്റസ്? എന്താണ് എത്ര പെട്ടെന്ന് കാണാൻ പറ്റും? കൃത്യമായിട്ട് വിവരം റിച്ചാർഡ് ബാൻസിനോട് തന്നെ ചോദിക്കേണ്ട സ്ഥിതിയാണ്. പക്ഷെ എന്നാലും ഇന്നലെയും ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഈ ആദ്യത്തെ ഒരു ഫ്ലൈറ്റ് കഴിഞ്ഞ വർഷം നടന്നിരുന്നു. റിച്ചാർഡ് ബാൻസനും അദ്ദേഹത്തിൻ്റെ ക്രൂവും കൂടെ ടെക്നിക്കൽ ടീമും കൂടെ യാത്ര നടത്തി. 21-ൻ്റെ അവസ്ഥ. അപ്പോൾ 2 വർഷമാകാറാകുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ കുറേ റിവിഷൻ, കുറേ കറക്ഷൻസും കുറേ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിൻ്റെ പേരിൽ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം റെക്ടിഫൈ ചെയ്ത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. ആ റെക്ടിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞു. വീണ്ടും ഈ ടെസ്റ്റ് ഫ്ലൈറ്റുകൾ ഉടനെ ആരംഭിക്കുക. ടെസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ അകത്തെ ആളുകളുമായിട്ടുള്ള ഫ്ലൈറ്റ്സ് ഈ ജൂണിൽ വീണ്ടും തുടങ്ങും. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ തന്നിരിക്കുന്ന വിവരം. അതെ റിഹേഴ്സൽ നടക്കുക. ടെസ്റ്റ് ഫ്ലൈറ്റ് യഥാർത്ഥ സ്പേസ് ക്രാഫ്റ്റിൽ
സ്പേസിലേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഇവർ ടെസ്റ്റ് ഫ്ലൈറ്റ്സ് നടക്കുന്നത്. ലൈക്ലി എന്നാണെന്ന് അങ്ങനെ എന്തെങ്കിലും ഷെഡ്യൂൾ? അത് അവർ ഈ ലൈക്കിലി എന്നുള്ളത് പണ്ടേ കഴിഞ്ഞു. അതെ അതെ, അതൊക്കെ വളരെ നേരത്തെ കഴിഞ്ഞു പോയതാണ്. പിന്നെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഈ സേഫ്റ്റി എന്ന് പറയുന്നതും ഇത്തരം കാര്യങ്ങളും പ്രധാനമായതുകൊണ്ട് തന്നെ നമ്മൾ തിരക്ക് കൂട്ടുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ റിച്ചാർഡ് ബ്രാൻസണിനെ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കുള്ള ഗെറ്റ് ടുഗതറുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഈ ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ സ്പേസിലേക്ക് പോവുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നാളെ നമുക്ക് പോകാം. ഇനി അതല്ല തിരിച്ചു വരലാണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ കുറച്ച് സമയം കൂടെ തരണം. അപ്പൊ അതെ അതെ, കോസ്റ്റ് നമ്മളുടെ ഫിക്സ്ഡ് ആണ്. നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുന്നതാണ്. അതിലെ കുറെ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാണ് നമ്മളുടെ കാര്യത്തിൽ. ഇനി ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം, അറിയില്ല. ഇല്ല, അതൊക്കെ പബ്ലിഷ്ഡ് ആണ്. അന്ന് $2 ലക്ഷം ആയിരുന്നു. ഇപ്പൊ അത് കൂടി. അതെ അതെ അതെ, ഇപ്പൊ ഈ 1.25 കോടി ഇപ്പോഴല്ലേ അത്, അന്ന് 1 കോടി താഴെയുള്ളൂ. അന്നേണ്ട് 40 രൂപയൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ ഡോളറിന് 40 രൂപ ഉള്ളപ്പോഴാണ് ഈ $2 ലക്ഷം വെക്കുന്നത്. അന്നത്തെ എൻ്റെ സിമ്പിൾ ലോജിക്ക് ഇതേ ഉള്ളൂ. ഇപ്പം എറണാകുളത്ത് 10 സെൻറ്റ് സ്ഥലം മേടിക്കുന്ന എത്ര രൂപയാവും? അന്നല്ല ഇന്നും. എവിടെയെങ്കിലും കാക്കനാട് എനിക്ക് തോന്നുന്ന ഒരു സെൻറ്റിന് ഒരു 5 ലക്ഷം രൂപ കൊടുക്കാതെ പ്രധാന റോഡിൻ്റെ സൈഡിലൊന്നും കിട്ടില്ല. ഇല്ലേ? അപ്പോൾ 1 കോടി രൂപയ്ക്ക് എത്ര സെൻറ്റ് സ്ഥലം കിട്ടും? 4 സെൻറ്റ് സ്ഥലം. ഞാൻ 4 സെൻറ്റ് സ്ഥലം മേടിക്കുന്നതായിരുന്നോ സ്പേസിൽ പോകുന്നതായിരുന്നോ ചരിത്രപരമായ ബുദ്ധി? അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്നെ വിളിച്ചിരുത്താൻ ഏതായിരുന്നു കൂടുതൽ ശരിയായ തീരുമാനം? അത്രേ ഉള്ളൂ ഇതിനകത്ത്. എനിക്ക് വേണേൽ 4 സെൻറ്റ് സ്ഥലം മേടിക്കായിരുന്നു, അല്ലെങ്കിൽ സ്പേസിൽ പോവുകയും ചെയ്യാമായിരുന്നു. 2 ഓപ്ഷൻ എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അതിൽ ഞാൻ 2ാമത്തെ ഓപ്ഷൻ എടുത്തു. അത്രേ ഉള്ളൂ വ്യത്യാസം. ഇതിന്റെ ഒരു തുടർ ചോദ്യം, താങ്കൾ ഇപ്പോഴും ക്രൗഡിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്? ആഗ്രഹിച്ചതല്ല, അങ്ങനെ ആയിപ്പോയതാ. ഇല്ല, ഞാൻ ഒരിക്കലും ക്രൗഡിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് ഒന്നും എൻ്റെ പേഴ്സണാലിറ്റിയോ എൻ്റെ ആത്മവിശ്വാസമോ ഒന്നും അതിന് പറ്റുന്നതായിരുന്നില്ല. ഞാൻ എപ്പോഴും ഒളിച്ചു നിൽക്കാൻ ഇഷ്ടപ്പെട്ട ആളാണ്. ഒളിച്ചിരുന്നത് ഞാൻ തിരഞ്ഞെടുത്ത പ്രൊഫഷൻ പോലും ടെലിവിഷനോ സിനിമയോ അതിൻ്റെ ഡയറക്ഷനാണ്. എന്ന് വെച്ചാൽ ക്യാമറയ്ക്ക് പുറകിൽ നിൽക്കുക എന്നുള്ളതിൻ്റെ ധൈര്യം, ആ ഒരു ഉദ്ദേശത്തിൽ മാത്രം അത് തിരഞ്ഞെടുത്തതാണ്. കാരണം എനിക്കൊരു സ്റ്റേജിൽ കയറാൻ പോലും പേടിയായിരുന്ന ഒരു കാലമുണ്ട്. 10 പേരോട് സംസാരിക്കാൻ ഭയമായിരുന്ന കാലമുണ്ട്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പ്രസംഗത്തിന് വിടുന്നത് എൻ്റെ അമ്മയൊക്കെ ഉന്തിത്തള്ളി. അമ്മ അധ്യാപികയായിരുന്നുകൊണ്ട് ഞാൻ പഠിക്കുന്ന സ്കൂളിലെ തന്നെ അധ്യാപികയാണ്. അപ്പോൾ ഏത് പ്രസംഗ മത്സരത്തിനും എൻ്റെ പേര് എടുത്തും കൊടുക്കും നമ്മളറിയാതെ. പിന്നെ നമ്മുടെ ഒരു യുദ്ധമാണ് ഇതൊന്ന് പഠിച്ച് എങ്ങനെയൊന്ന് പലപ്പോഴും പകുതിക്ക് വെച്ച് നിർത്തിയൊക്കെ ഇറങ്ങിപ്പോരും പ്രസംഗത്തിൽ നിന്ന്. പക്ഷേ എങ്കിലും അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഒരു തുടക്കമായത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെന്ന് ഒരിക്കലും, പക്ഷെ ചെയ്യുന്നത് വ്യത്യസ്തമായിരിക്കണമെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതായത് നമ്മളൊരു കാര്യം ചെയ്താൽ മറ്റാരും ചെയ്യാത്തതായിരിക്കണം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ടെലിവിഷൻ ചാനൽ ആരംഭിച്ചാലും എനിക്ക് വേണേൽ സീരിയലൊക്കെ ഉള്ള TV ചാനൽ തുടങ്ങാമായിരുന്നു കേരളത്തിൽ. അപ്പോൾ ഞാൻ ഈ ചാനലിൻ്റെ പ്ലാനിങ് നേരത്തെ തന്നെ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മനസ്സിൽ ടെലിവിഷൻ ചാനൽ ഉണ്ടായ കാലം മുതൽ ഇതിലെ പ്രോഗ്രാമുകൾ ഞാൻ ഡയറിക്കകത്ത് എഴുതിയിട്ടിരിക്കുന്നതാണ്. ഇന്നായിരിക്കും എൻ്റെ പരിപാടികൾ, അതിൻ്റെ വിശദാംശങ്ങൾ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയായിരിക്കും ഇങ്ങനെ. അപ്പോൾ എനിക്ക് ഈ ടെലിവിഷൻ്റെ എല്ലാ മേഖലയിലും പണിയെടുത്ത് ആ പരിചയമുണ്ട്. ക്യാമറാമാനാണ് ഞാൻ. സഞ്ചാരം ചെയ്യുമ്പോൾ ക്യാമറാമാനും എഡിറ്ററും ഒക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ എല്ലാ പണി അറിയുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് കൃത്യമായ ധാരണയുണ്ട് എൻ്റെ ചാനലിലെ പരിപാടികൾ എന്തായിരിക്കണമെന്ന്. അത് പക്ഷേ എൻ്റെ സ്റ്റാഫിനെയൊക്കെ, എൻ്റെ ഒരു ടീമിനെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ ആശയങ്ങൾ പറഞ്ഞു, പക്ഷേ വേറെ ഏതെങ്കിലും ഒരു ചാനൽ ലോകത്തുള്ളതാണെങ്കിൽ നമ്മളത് എടുക്കില്ല. ഇപ്പോൾ ചരിത്രമെന്നിലൂടെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പരിപാടി, അതൊക്കെ അന്നാരും ആദ്യം ഈ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ചരിത്രമെന്നിലൂടെ പരിപാടി ഒരാളിരുന്നിട്ട് ഇങ്ങനെ കഥ പറയുകയാണ്. അപ്പോൾ എന്നെ പല ജേർണലിസ്റ്റുകൾ, എൻ്റെ സുഹൃത്തുക്കളായ മാധ്യമപ്രവർത്തകർ വിളിച്ചിട്ട്, അന്ന് മാമുക്കോയാണ് ആദ്യം ഈ ചരിത്രമെന്നിലൂടെയിൽ വരുന്നത്. അപ്പോൾ ഇയാൾ എല്ലാ ദിവസവും ഒരു കഥയുടെ ബാക്കി പറയുന്ന 1/2 മണിക്കൂർ വീതം പറയുന്നതാണ് ഈ ചരിത്രമെന്നിലൂടെ. ജീവിതകഥ മുഴുവൻ പറയുക 10-20 എപ്പിസോഡിൽ. അത് നിങ്ങളുടെ പരിപാടി ഈ മാമുക്കോയ മാത്രമേ ഉള്ളൂ എല്ലാ ദിവസവും. ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കണ്ടിട്ടും അങ്ങേർക്ക് വ്യത്യാസം മനസ്സിലായില്ല. അപ്പോൾ ഒത്തിരി പേരെന്നെ പരിഹസിച്ചിട്ടുണ്ട്. ഈ ചോദ്യം ചോദിക്കാൻ ഒരാളോടില്ലാതെ എന്താ അഭിമുഖ പരിപാടി, അല്ലെങ്കിൽ 1/2 മണിക്കൂർ കൂടുതൽ ഇതൊക്കെ ആരെങ്കിലും കാണുമോ? ആ സാധനം ഇപ്പം 30-40 എപ്പിസോഡിൽ ഒരാളുടെ ജീവിതകഥ പറയുന്ന പരിപാടികളായി മാറി. അതുപോലെ ഓരോ പരിപാടി, സഞ്ചാരം അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്ന ഒരു പരിപാടിയാണ്. നമ്മൾ അതിനു മുമ്പ് അങ്ങനെ ഒരു മാതൃകയില്ല. ചരിത്രമെന്നിലൂടെ അങ്ങനെ ഒരു പരിപാടിയാണ്. ഹിസ്റ്റോറി എന്ന് പറഞ്ഞ പരിപാടി അങ്ങനെ തന്നെ കൊണ്ടുവന്നതാണ്. സഫാരിയിലെ എല്ലാ പരിപാടിയും, ലൊക്കേഷൻ ഹണ്ട് എന്ന് പറഞ്ഞൊരു പരിപാടി, സിനിമയെ സംബന്ധിച്ച പരിപാടി പോലും നമ്മൾ എടുക്കുമ്പോൾ സിനിമയുടെ ലൊക്കേഷൻ കണ്ടെത്താൻ നടത്തിയ യാത്രകളായിരിക്കണം അതിൻ്റെ വിഷയം നമ്മൾ തീരുമാനിച്ചു.
ഒരു സിനിമ സഫാരിയിൽ കാണിക്കണമെങ്കിൽ അത് ട്രാവൽ മൂവിയേ പാടുള്ളൂ എന്ന് നമ്മൾ തീരുമാനിച്ചു. കാരണം സഫാരി ഒരു എക്സ്പ്ലോറേഷൻ ചാനലാണ്. അതിനകത്തെ സിനിമ തിരഞ്ഞെടുക്കുന്നത് ഒന്നെങ്കിൽ ഹിസ്റ്ററിയെ ബേസ് ചെയ്തായിരിക്കണം, അല്ലെങ്കിൽ ട്രാവലിനെ ബേസ് ചെയ്തായിരിക്കണം. അപ്പോൾ എല്ലാത്തിനും നമ്മളുടേതായ ഒരു മാനദണ്ഡം നമ്മൾ കൊണ്ടുവരിക ചെയ്തത്. താങ്കൾ ഒരുപാട് യാത്രകൾ നടത്തുന്നുണ്ടല്ലോ. അപ്പൊ ഈ യാത്രകളിൽ ഒരു സഞ്ചാരിയുടെ മനസ്സോടുകൂടിയാണോ യാത്ര, അതൊരു ഒരു മീഡിയ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരന്റെ മനസ്സോടുകൂടിയാണോ യാത്ര ചെയ്യുന്നത്? ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ഈ പരിപാടി തുടരുന്നത്. കാരണം സഞ്ചാരി മാത്രമായാൽ സാധിക്കില്ല. ഇപ്പോൾ സഞ്ചാരി മാത്രമാണെങ്കിൽ ഞാൻ ചിലപ്പം എനിക്കൊരു ഷെഡ്യൂളൊന്നും ഇല്ലാതെ ഞാൻ യാത്ര ചെയ്യും. മനസ്സിലായി? ഇപ്പോൾ ഞാൻ ഹിമാലയത്തിലേക്ക് പോയാൽ ഇപ്പോൾ എനിക്ക് അവിടെ ചെന്ന് ഇഷ്ടപ്പെട്ടാൽ ഞാൻ അവിടെ അങ്ങ് കൂടും, ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകാമെന്ന് വെക്കും. മറ്റേതല്ല, ഞാൻ കൃത്യമായി ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. ഋഷികേശിൽ ഇത്ര മുതൽ ഇത്ര സമയം വരെ അവിടെ ഇന്ന സ്ഥലങ്ങൾ കവർ ചെയ്യും. കഴിഞ്ഞ് വൈകിട്ട് ഇത്ര മണിക്കുള്ള വണ്ടിക്ക് ബദ്രീനാഥിലേക്ക് പോകും. ജോഷിമഠിൽ പോയി അവിടെ സ്റ്റേ ചെയ്യും. കൃത്യമായ പ്ലാനിങ്ങാണ്. അതിൻ്റെ ബഡ്ജറ്റും ഉണ്ട് എനിക്ക്. ജോഷിമഠിൽ താമസിക്കുന്നതാണ് ബദ്രീനാഥിൽ താമസിക്കുന്നതിലും കോസ്റ്റ് എഫക്റ്റീവ് എന്നുള്ളതുകൊണ്ടായിരിക്കും ഞാൻ ജോഷിമഠിൽ താമസിക്കാൻ തീരുമാനിക്കുന്നത്. എന്നിട്ട് ഏർലി മോർണിംഗിൽ അവിടെ നിന്ന് കോൺവോയ് ആയിട്ട് വണ്ടി പോകുന്നുണ്ട്. ഇത് ഞാൻ പഠിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഒരു ബിസിനസ്സുകാരനുണ്ട്, ഒരു പ്ലാനറുണ്ട്, ഒരു ട്രാവലറുണ്ട്, ഒരു മീഡിയ പ്രൊഫഷണലും ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നതുകൊണ്ടാണ് സഫാരി എന്ന ചാനൽ, സഞ്ചാരം എന്ന പരിപാടിയും ഈ 25 കൊല്ലം കഴിഞ്ഞിട്ടും നിലനിൽക്കുന്നത്. ഈ സഫാരി അല്ലെങ്കിൽ സഞ്ചാരിയെ മാറ്റി നിർത്തിയിട്ട് ഒരു യാത്ര പോകാൻ തോന്നിയിട്ടുണ്ടോ? ഫ്രീ ആയിട്ട് വേറെ ഒന്നും അങ്ങനെ തോന്നാറുണ്ടെങ്കിലും പക്ഷേ ഒരു പ്രശ്നം എന്താ അറിയോ, എനിക്ക് ആ യാത്ര ആസ്വദിക്കാൻ ഇപ്പോൾ പറ്റാറില്ല. കാരണം നമുക്കറിയാം, ഇപ്പോൾ നിങ്ങൾ ജേർണലിസ്റ്റുകൾ ഒരു സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടൊരു ആക്സിഡൻ്റ് ഉണ്ടായി അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടായാൽ നിങ്ങളുടെ ജേർണലിസ്റ്റ് അപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങും, ഇല്ലേ? നിങ്ങൾക്ക് വെറും കാഴ്ചക്കാരനായിട്ട് ചിലപ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ അപ്പോഴേ ഫോൺ എടുത്തുണ്ടെങ്കിൽ ഓഫീസിലേക്ക് വിളിക്കും. ഇതേ പ്രശ്നം എനിക്കുണ്ട്. ഒരു നല്ല കാഴ്ചയിലേക്ക് എത്തുമ്പോൾ എനിക്കിത് ഷൂട്ട് ചെയ്യാത്തതിൻ്റെ അസ്വസ്ഥതയായിരിക്കും. പിന്നെ എനിക്കിത് എൻ്റെ ഫാമിലിയൊക്കെ അത് ആസ്വദിക്കും, പക്ഷേ എനിക്കത് ആസ്വദിക്കാൻ പറ്റില്ല. എവിടെ ക്യാമറ, ഇവിടെ കൈ വിറയ്ക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഫാമിലിയായിട്ട് യാത്ര ചെയ്യുമ്പോഴും ഞാൻ ക്യാമറയായിട്ടേ പോകാറുള്ളൂ. കാരണം എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ പോയി കവർ ചെയ്തൊരു സ്ഥലമാണെങ്കിൽ വീണ്ടും ഞാൻ കൈവീശി പോകും. സഞ്ചാരത്തെയും യാത്രകളെയും കുറിച്ചുള്ള താങ്കളെ കുറിച്ചുള്ള ഏറ്റവും വലിയ ക്രിറ്റിസിസം അത് തന്നെയാണ്. താങ്കളൊരു സഞ്ചാരിയല്ല, ഒരു പക്ക എന്താ മീഡിയ മാൻ ആണ്. താങ്കൾ ഈ പറഞ്ഞ 10 മുതൽ 10:40 വരെ ഞാൻ നിൽക്കും. അതിനിടയിൽ ഞാൻ ഇത്ര വിഷ്വൽസ് എടുക്കും, ഇത്ര റഷസ് എടുക്കും. ഒരു പ്യുവർ സഞ്ചാരിയുടെ ഒരു മനസ്സോടെ. ഞാനൊരു സഞ്ചാരിയായിരുന്നു, നിങ്ങൾ എന്നെ അറിയില്ലായിരുന്നു. സഫാരി എന്ന് പറഞ്ഞ ചാനൽ ഉണ്ടാവില്ലായിരുന്നു. സഞ്ചാരം എന്ന് പറഞ്ഞൊരു പരിപാടി തന്നെ ഉണ്ടാവണമെന്നില്ല. നമ്മൾ തുടങ്ങുന്ന സമയത്ത് ടെലിവിഷൻ ചാനലാണല്ലോ നമ്മുടെ ഏക സാധ്യത. അത് കൊമേഴ്ഷ്യലി ഫീസിബിൾ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ആവശ്യപ്പെടുന്ന രീതിയിൽ ഇത് കൃത്യസമയത്ത് കൊടുത്തില്ലെങ്കിൽ ഞാൻ ഔട്ടാണ്. ആഡ് റവന്യൂ ഇല്ലാതെ ഇങ്ങനെ ഒരു സാധനം തുടങ്ങാന്നുള്ള ഒരു താങ്കളുടെ ഒരു ഐഡിയ എങ്ങനെയാണ് വരുന്നത്? കാരണം അതൊരു വളരെ നോവലെന്ന് മാത്രമല്ല, അതൊരു എടുത്തുചാട്ടം, ഒരു സൂയിസൈഡ് സംഭവമാണ്. ഒട്ടും ആഡ് റവന്യൂ ഇല്ലാതെ ഒരു പരിപാടി കാണിക്കുക, അതും എത്ര 10 വർഷത്തോളം അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതിന്റെ ഒരു പ്രചോദനം അതൊരു അന്നൊരു വിഹിതമായിട്ട് കാണിച്ചതാണോ അതോ? അല്ല, അതിൽ നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നല്ലൊരു ഫോട്ടോഗ്രാഫറുണ്ട്. അങ്ങ് ഒരു കല്യാണത്തെക്കുറിച്ച് നിശ്ചയിക്കുമ്പോൾ അങ്ങേക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും. അതിൽ ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും കൂടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു 1 ലക്ഷം രൂപയൊക്കെ ചിലവ് വരുമെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ വരുന്നുണ്ടാവും, അല്ലേ? എന്നാൽ ഇദ്ദേഹം ഈ ക്യാമറയും കൊണ്ട് വന്ന് ഇദ്ദേഹം ഇതെടുത്താൽ ഇദ്ദേഹത്തിന് എത്ര ചിലവുണ്ട്? കുറവെന്നല്ല, ഒന്നുമില്ലല്ലോ. ആ ക്യാമറ ഓൾറെഡി ഉണ്ട് കയ്യിൽ. ഇതായിരുന്നു ചാനൽ തുടങ്ങുമ്പോൾ എൻ്റെ ധൈര്യം. സർവ്വ പണി എനിക്കറിയാം. സഞ്ചാരം ആഴ്ചയിലൊന്ന് കൊടുക്കുന്നത് എല്ലാ ദിവസവും ആക്കേണ്ടി വരും, അത്രയല്ലേ ഉള്ളൂ. അതുകൂട്ട് ഒരു 5 എണ്ണം കൂടെ ഉണ്ടാക്കണം, അല്ലെ 10 പ്രോഗ്രാം കൂടെ ഉണ്ടാക്കണം. അതെങ്ങനെ കോസ്റ്റ് എഫക്റ്റീവായിട്ടും. ഇപ്പോൾ ചരിത്രമെന്നിലൂടെ ഞാനൊരു രഹസ്യം പറയാം. ചരിത്രമെന്നിലൂടെ എൻ്റെ പരിപാടി നിങ്ങൾ വന്നിരുന്ന് നിങ്ങളുടെ കഥയായി പറയുന്നേ. അതിന് എനിക്ക് വേറെ ചിലവൊന്നുമില്ല. എൻ്റെ ക്യാമറ ഓൾറെഡി ഉണ്ട്, എൻ്റെ കെട്ടിടം അവിടെ തന്നെ ഉണ്ട് ഓൾറെഡി. ഞാനത് ഓൺ ചെയ്ത് വെക്കുന്നു ക്യാമറ, നിങ്ങളുടെ കഥ പറയുന്നു. പോകുമ്പോൾ നല്ലൊരു ചായയൊക്കെ കൊടുത്ത് വിടും, ചിലപ്പോൾ വണ്ടിക്കൂലി കൂടെ കൊടുക്കും. വണ്ടി ഉള്ളവർ കഥ പറയാൻ താല്പര്യമുള്ളൊരു വണ്ടിയായിട്ട് സ്വയം വരും. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മുടെ കയ്യിലുള്ള പണത്തെ വെച്ചിട്ട് ചാനൽ ഉണ്ടാക്കുന്നതും ചാനലിന് വേണ്ടി പണം ഉണ്ടാക്കുന്നതും രണ്ടും രണ്ടാണ്. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ കൊണ്ട് എങ്ങനെ ഒരു ചാനൽ നടത്താമെന്ന് പഠിച്ചിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. അത്രേ ഉള്ളൂ വ്യത്യാസം. അല്ല ഞാനൊരു ബിസിനസ് അല്ല തുടങ്ങിയത്. അതാണ്, ഞാനതിന് ലാഭം ഉണ്ടാക്കുന്നില്ല. ഉണ്ടാകുന്ന ലാഭം എന്ന് പറയുന്നത് എനിക്ക് മറ്റു പല കാര്യത്തിൽ, ഉദാഹരണത്തിന് ഞാൻ ഉണ്ടാക്കുന്ന പ്രോഗ്രാംസ് എല്ലാം ഞാൻ വിൽക്കുന്നുണ്ട്. എല്ലാ പരിപാടിയും വിൽക്കുന്നുണ്ട്. ചരിത്രത്തിലൂടെയല്ല, ബാക്കി പരിപാടി. ഇപ്പോൾ സഞ്ചാരം വിൽക്കുന്നുണ്ട്, സഞ്ചാരിയുടെ ഡയർ ഗ്രൂപ്പ് എൻ്റെ പരിപാടി വിൽക്കുന്നുണ്ട്. അത് പെൻഡ്രൈവുകളും ഡൗൺലോഡ് സാധനങ്ങളും ഒക്കെ ആയിട്ട് 10-20 ആളുകൾ അതിൻ്റെ പിന്നിൽ ടെലിമാർക്കറ്റിംഗ് ഡിവിഷനിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും പണിയുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം.
അത്രയും വിൽക്കുന്നുണ്ട് ആ സാധനം. അതൊരു നല്ലൊരു ബിസിനസ്. ടെക്നിക്കൽ ആസ്പെക്ട് കൂടെ ചോദിക്കട്ടെ. താങ്കൾ ഈ റഷ്യസ് ജസ്റ്റ് ഷൂട്ട് ചെയ്യാണ് അല്ലെ, റാൻഡം ആയിട്ട് ഷൂട്ട് ചെയ്യാണ്. ഇതിന് ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ആളോട് താങ്കൾ തന്നെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറായി കൊടുക്കുകയാണോ ചെയ്യുന്നത്, അതോ അദ്ദേഹത്തിനോട് എങ്ങനെ സിറ്റുവേഷൻ അല്ല, ഇതെല്ലാം പ്രൊഫഷണലായിട്ട് എന്താണ് വളരെ സയൻറ്റിഫിക് ആയിട്ടാണ് വർക്ക് നടക്കുന്നത്. ഞാൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് പഠിക്കും പോകേണ്ട സ്ഥലത്ത് എന്തൊക്കെ കാണണമെന്ന്. അതുകൊണ്ടാണ് അത് സമഗ്രമാകുന്നത്. അതുകൊണ്ടാണ് ആളുകൾ കാശ് കൊടുത്ത് മേടിക്കുന്നതും. സഞ്ചാരം ഏറ്റവും കൂടുതൽ കേരളത്തിൽ വിറ്റിട്ടുണ്ടാകാവുന്ന വീഡിയോ പ്രോഗ്രാം സഞ്ചാരമാണ്. CDs ഉണ്ടായിരുന്ന കാലത്ത് CD, DVD ഉണ്ടായിരുന്ന കാലത്ത് DVD, പെൻഡ്രൈവ് ആയപ്പോൾ പെൻഡ്രൈവ്, ഇപ്പോൾ ഡൗൺലോഡ് ആയപ്പോൾ ഡൗൺലോഡ്. ഇന്നും ഇങ്ങ് വരുന്ന വഴിക്ക് ഞാൻ വണ്ടിയിൽ ഇങ്ങ് പോരുമ്പോൾ എനിക്ക് വന്ന മെസ്സേജ് എൻ്റെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, സഞ്ചാരത്തിൻ്റെ ഏതൊക്കെയോ രാജ്യങ്ങളുടെ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകാൻ ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളൂ സാർ, ഇന്ന് പർച്ചേസ് ഓർഡർ സാറിന് സൈൻ ചെയ്യാൻ മറന്നുപോയി, അതൊന്ന് ഒരു ഡിജിറ്റലി ഒന്ന് അപ്രൂവ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇന്നിടത്ത് ബോംബെയിലാണ് ഇതിൻ്റെ എല്ലാം ഇതെടുക്കുന്നത്, അത് വരാൻ ഇത്ര സമയം എടുക്കും. അപ്പോൾ തന്നെ ഞാൻ കൊടുത്തു. അതായത് എല്ലാ ദിവസവും ഈ പറഞ്ഞ കസ്റ്റമേഴ്സ് വിളിക്കുകയും, ഈ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ 3000 രൂപയുടെയോ 4000 രൂപയുടെയോ സെറ്റുകൾ കാശ് കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ആളുകൾ നമ്മളൊരു സാധാരണ TV കാണുന്ന പത്രം വായിച്ച് ജീവിക്കുന്ന ആളെ കരുതരുത്. കേരളത്തിലെ ഏറ്റവും മിടുക്കന്മാരായ ഡോക്ടേഴ്സ് എത്ര പേരുണ്ടെന്നറിയോ? അവർക്ക് സമയമുള്ളപ്പോൾ ഇത് കാണണം. ഈ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്തല്ലാതെ എനിക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ, എഞ്ചിനീയർമാർ, ആർക്കിടെക്റ്റുകാർ, പ്രൊഫസർമാർ, കോളേജുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇങ്ങനെ ഞങ്ങളുടെ ഒരു ഡേറ്റാബേസിൽ ഒരു 20,000 ആളുകളുണ്ട്. ഞങ്ങൾ ഏത് പ്രോഡക്റ്റ് ഇറക്കിയാലും വാങ്ങുന്ന റെഗുലർ കസ്റ്റമേഴ്സ്. ഇത് ഇറങ്ങിയെന്ന് അറിഞ്ഞാൽ മതി, അവരപ്പോൾ തന്നെ ആവശ്യപ്പെടും. അപ്പം ഇങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റിയെ നമ്മളുണ്ടാക്കി. ഈ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതിൽ പരസ്യമില്ലാത്തൊരു ചാനൽ എന്നുള്ളതും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളതും ഒക്കെ പ്രധാനമായ കാര്യമല്ലേ. അപ്പം ഞാനീ പറഞ്ഞത്, നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് വിഡിത്തമായിട്ട് തോന്നുമ്പോൾ മറ്റ് ചില കാര്യങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. മനസ്സിലായില്ലേ? ഇപ്പം ഇത്രയും വർഷത്തെ നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഇപ്പോൾ ചിലരൊക്കെ വാങ്ങുന്നത് ഈ ചാനൽ നിന്ന് പോകലെന്ന് ഉദ്ദേശിച്ച് വാങ്ങുന്നവരും കാണും. ഒത്തിരി പേരുണ്ട് എൻ്റെ അടുത്ത്. ഞാനിത് മുഴുവൻ കാണുമായിട്ടൊന്നുമല്ല, പക്ഷേ സഫാരിക്ക് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ എല്ലാ വർഷവും ഇറങ്ങുന്ന ഓരോ പെൻഡ്രൈവ് വാങ്ങലാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പം കേരള സമൂഹത്തിൽ നമ്മൾ കരുതുന്നതിനേക്കാൾ ഇത്തരം കാര്യങ്ങളൊക്കെ അഫോർഡബിളായ ധാരാളം ആളുകളുണ്ട്. ഇവിടെ എത്ര മെഴ്സറസ് ബെൻസ് ഒരു വർഷം ഇറങ്ങുന്നതെന്ന് കണക്കെടുത്ത് നോക്കൂ. BMW എത്ര ഇറങ്ങുന്നുണ്ടെന്ന് നോക്കൂ. 50 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള കാറുകൾ എത്ര ഇറങ്ങുന്നു ഓരോ വർഷവും? ഇവർക്കൊക്കെ ഒരു 3000 രൂപയുടെ ഒരു പെൻഡ്രൈവ് വാങ്ങാനാണ് ബുദ്ധിമുട്ട്. ഞാനതിലേക്ക് വരാം. അതായത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നു. ഞാൻ പഠിച്ചിട്ട് പോകുന്നു. ഈ പഠിച്ചിട്ട് പോയി ഷൂട്ട് ചെയ്യുന്നത് എനിക്കൊരു കൃത്യമായ ഒരു ട്രാക്കുണ്ട്. അത് എങ്ങനെയാണ് ഫൈനലി വരേണ്ടതെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഷോട്ടുകൾ ഞാൻ എടുക്കുന്നത് അവിടെ എന്താണ് എൻ്റെ വോയിസ് ഓവർ എന്ന് അവിടെ പറയേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചുകൊണ്ട് ആ ഷോട്ടുകൾ എടുക്കുന്നത്. മനസ്സിലായില്ലേ? ഇത്രയും സെൻറ്റൻസ് പറഞ്ഞ് തീരാൻ വേണ്ടത്ര വിഷ്വൽസ് ഞാൻ അവിടെ എടുത്തിരിക്കും. എനിക്ക് പറയാനുള്ള കഥയും ചരിത്രവും മുഴുവൻ പറയാനുള്ള അത്രയും വിഷ്വൽസ് ഞാൻ ഷൂട്ട് ചെയ്തെടുത്തോട്ട് പോരും. അത് ചിലപ്പോൾ 10-20 എപ്പിസോഡിനുള്ളത് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ഒരു യാത്ര കഴിഞ്ഞ് ഞാൻ മടങ്ങി വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ 1 by 1 ആയിട്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. എഡിറ്റ് ചെയ്യുമ്പോൾ ഇതേ കഥ എൻ്റെ മനസ്സിലുണ്ട്. ആ കഥ പറയാനുള്ള ലെങ്ത് വെച്ചിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്ത് ഓരോ സീനും തീർത്ത് പോകുന്നത്. ഈ എഡിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഈ കഥ വീണ്ടും എഡിറ്റ് ചെയ്തതിൻ്റെ മുകളിൽ അങ്ങ് പറയും, എൻ്റെ വോയിസ് ഓവറായിട്ട് പൈലറ്റ് ട്രാക്ക് പോലെ. ആ പൈലറ്റ് ട്രാക്ക് കേട്ട് എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അത് എഴുതി പേപ്പറിലാക്കും. അതിൽ കുറച്ച് ചില സ്ഥലങ്ങളൊക്കെ എനിക്ക് വിവരമില്ലാത്ത ചില കാര്യങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പം റെഡ് സ്ക്വയറിലെ ഷോട്ടൊക്കെ കാണിക്കുന്നതിനിടയ്ക്ക് കുറച്ച് സ്ഥലം ഞാൻ സ്പേസ് ഇടും. ഈ റെഡ് സ്ക്വയർ എന്നാണ് റെഡ് സ്ക്വയറായി മാറിയത്, അതിൻ്റെ ഉൽപ്പത്തിയുടെ ഒരു ചരിത്രം, അതിവിടെ ഇത്ര സെൻറ്റൻസിൽ അവിടെ ഒന്ന് പറഞ്ഞേക്കണം എന്ന് പറയും. അപ്പോൾ അത് റിസർച്ച് ചെയ്യാനുള്ള ടീം ഈ സ്ക്രിപ്റ്റ് റൈറ്റർ ഉൾപ്പെടെയുള്ളത് ചെയ്യും. അങ്ങനെ ഞാൻ ഈ പറഞ്ഞു കൊടുക്കുക, എൻ്റെ ശബ്ദമാണ് ഇതിൽ കിടക്കുന്നത്. നിങ്ങൾ സ്റ്റുഡിയോയിൽ വന്നാൽ ആദ്യം കേൾക്കുന്ന മുഴുവൻ സഞ്ചാരം എൻ്റെ ശബ്ദത്തിലുള്ള. അത് ഞാൻ ഈയിടെ ആളുകൾക്ക് ഇതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ മൊറോക്കോ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആദ്യത്തെ എപ്പിസോഡായിട്ട് യൂട്യൂബിൽ ഇട്ടിരിക്കുന്ന എൻ്റെ ശബ്ദത്തിൽ ഞാൻ ഇവർക്ക് പൈലറ്റ് ട്രാക്ക് കൊടുത്ത സാധനം അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ ശബ്ദത്തിൽ പൈലറ്റ് ട്രാക്കായിട്ട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതാനും റെക്കോർഡ് ചെയ്യാനും എങ്ങനെയാണോ അവർക്ക് എൻ്റെ ഡെസ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്, ആ സാധനം അതുപടി ഞാൻ എടുത്തിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. മൊറോക്കോയുടെ ഫസ്റ്റ് എപ്പിസോഡായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇവർ എഴുതുക കഴിഞ്ഞേ. ഈ വോയിസ് ഓവർ കൊടുക്കുന്നയാൾ ഈ പറഞ്ഞ ഒന്നും കാണുന്നില്ല. അയാൾക്ക് എഴുതിയ സ്ക്രിപ്റ്റും കൊണ്ട് വന്നിട്ട് ഒന്നെങ്കിൽ അയാളുടെ സ്റ്റുഡിയോയിൽ ഇരുന്ന് ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷേ അനീഷ് മരങ്ങാട്ടുള്ളി സ്റ്റുഡിയോയിൽ വന്നിട്ടാണ് ചെയ്യുന്നത്. അയാൾ കോട്ടയംകാരനായതുകൊണ്ട് അങ്ങേര് വന്ന് ഇത് വായിച്ചിട്ട് പോവുക ചെയ്യുന്നത്. അയാൾ വിഷ്വൽ കാണുന്നേ ഇല്ല. അയാൾ വിഷ്വൽ കാണുന്നത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. വിഷ്വൽ കാണേണ്ട കാര്യമില്ല. ഇന്നത്തെ കാലത്ത് വിഷ്വൽ കണ്ടിട്ടല്ല വോയിസ് ഓവർ കൊടുക്കുന്നത്.
പിന്നെ എഡിറ്റില് പിള്ളേരുണ്ട്, അവരാണ് ഇതിനെ കട്ട് ചെയ്ത് ഞാൻ പറഞ്ഞിരിക്കുന്ന ട്രാക്ക് അവിടെ കിടപ്പുണ്ട്, പൈലറ്റ് ട്രാക്ക്, അതിൽ എൻ്റെ ശബ്ദത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അനീഷിൻ്റെ ശബ്ദം അങ്ങോട്ട് വെക്കും. അതാണ് എൻ്റെ. പിന്നെ ഫൈനൽ മിക്സിങ്, മ്യൂസിക്കോ അല്ലെങ്കിൽ സൗണ്ട് എഫക്ട്സോ അല്ലെങ്കിൽ ആംബിയൻ സൗണ്ടോ ഒക്കെ കയറേണ്ടടുത്ത് അത് കൊടുത്ത് ഞാൻ തന്നെയാണ് ഫൈനൽ ഫിനിഷ് ചെയ്യുന്നത്.